ഇന്ന് നമുക്കൊരു റാഗി സ്റ്റിക്ക് പുട്ട് ഉണ്ടാക്കിയാലോ. അതായത് റിയൽ ഫുഡ്സ് ബ്രാൻഡിൻ്റെ 450 ഗ്രാമുള്ള ഒരു പാക്കറ്റാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒരു പാത്രത്തിലെടുക്കുക, ഒരു വലിയ പാത്രത്തിലെടുക്കണം. അതിനകത്തേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്കറിയാമല്ലോ റാഗി എന്ന് പറയുന്ന എല്ലിനും പല്ലിനും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ നല്ലതാണ് റാഗി. അപ്പോൾ അതിനകത്ത് കൂടുതൽ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും എല്ലാം ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ്. എന്തുകൊണ്ടും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് റാഗി കൊണ്ടുള്ള റെസിപ്പികളിലെല്ലാം ഉള്ളത്. അപ്പോൾ ഈ ഉപ്പ് ഈ വെള്ളത്തിലൊന്ന് ഡിസോൾവ് ചെയ്യിക്കണം. പിന്നീട് നമ്മൾ ആ സ്റ്റിക്ക് അതിനകത്തേക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ അതിനകത്തേക്ക് കുതിർന്ന് വരട്ടെ. 2 സെക്കൻഡ്, 5 മിനിറ്റ് ഒന്നും ഇടരുത്, 2 സെക്കൻഡ്. അത് നമുക്ക് അറിയത്തില്ലെങ്കിൽ 1, 2 100 വരെ എണ്ണുക, അല്ലെങ്കിൽ 200 വരെ എണ്ണുക. അത് കഴിയുമ്പോൾ ഇത് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടൊരു സ്ട്രെയിനറിനകത്തേക്ക് എടുക്കണം. ഒത്തിരി നേരം അങ്ങ് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മുറിഞ്ഞു പോകും. നമ്മൾ 2 സെക്കൻഡിന് ശേഷം സ്ട്രെയിനറിൽ എടുക്കുവാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാണ്, സാധാ വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇച്ചിരി നേരം നമ്മൾ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഒരു തേങ്ങയുടെ പകുതി തേങ്ങ നമ്മൾ തിരുകി വെച്ചിരിക്കുകയാണ്. പുട്ട് ചുടാൻ അറിയാത്തവരാരും കാണത്തില്ലല്ലോ. സാധാരണ നമ്മൾ പുട്ടുകുടത്തിൽ വെള്ളം എടുത്ത് കാൽ ഭാഗം വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഇത് വാരിയിട്ട് കൊടുക്കുക. 2 or 3 ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. സാധാരണ പുട്ട് ചുടാൻ അറിയാൻ മേലാത്തവരാരും കാണത്തില്ലല്ലോ. പിന്നെ ബിഗിനേഴ്സിനെ ഉള്ളു ഇച്ചിരി പ്രശ്നം വരുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് സ്റ്റീം വരട്ടെ. എൻ്റെ സ്റ്റീം വരുന്നുണ്ട്. അതിനുശേഷം അത് വെന്ത് നമ്മളത് എടുത്ത് മാറ്റി വെക്കുവാണ്. എന്നിട്ട് നമ്മളെ അടിപൊളി പുട്ട് ഉണ്ടാക്കിയത് കണ്ടോ, നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് ചൂടോടെ ഉപയോഗിക്കുന്നതിന് കാരണം ഇച്ചിരി തണുത്തതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതേപോലെ നമ്മൾ അടുത്ത പുട്ടും അതേപോലെ ചുട്ടെടുത്ത്. അപ്പം നിങ്ങൾക്കറിയാം വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.